ഫ്രണ്ടിനെ വിളിച്ച് അവനവിടെ പോയിട്ട് അങ്ങനെ രണ്ടാഴ്ചട്ടുള്ളൂ. അല്ലെങ്കിൽ കോൾ എടുത്തോളൂ, ഞാൻ ക്ലിനിക്കിലാണ് വിളിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു ജോയിൻ ബാർഗൈനിങ് ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ഇതാണല്ലോ നമ്മള് മെയിൻലി. ഇതിന് ഇത്ര രൂപ എന്ന് പറയാൻ മാറ്റം, ഇത്ര രൂപയ്ക്ക് മലയാളി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഓരോരോ ഹോസ്പിറ്റലാണ്. ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റൽസ് ആണ്. അവരവരുടെ ലൈഫിലെ തിരക്കാണ്. മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാൻ അവർക്ക് സമയമില്ല. നമ്മുടെ ഡോക്ടർ കുട്ടി കണ്ടു നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. ഓ നമ്മുടെ ആളവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരവിടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസ്. 100% സ്കോളർഷിപ്പ് തന്നോണ്ടോ. ഫൈനാൻഷ്യൽ ആസ്പെക്ടിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് ആൾക്കാർ പുറത്ത് സ്റ്റഡീസ് ചൂസ് ചെയ്യുന്നില്ല? കുറെ കൂടി ചീപ്പർ ആണെന്ന്, ഐ മീൻ അതെ ചീപ്പർ തന്നെയാണ് കറൻസി. ആ ഒരു ഇതില് ഇപ്പൊ ഫൈനാൻഷ്യൽ ഒരു ബെനിഫിറ്റ് നിങ്ങൾ പറഞ്ഞു. ക്വാളിറ്റി വൈസ് എന്താണ് വ്യത്യാസം? ഇപ്പൊ നാട്ടിലത്തെ ഒരു സിസ്റ്റം, അതുപോലെ തന്നെ അവിടുത്തെ ഒരു പഠിത്തത്തിന്റെ സിസ്റ്റം തിയറിറ്റിക്കൽ തന്നെയാണോ, പ്രാക്ടിക്കൽ ആണോ? മേജർ നമ്മൾ അവിടെ ഫോക്കസ് ഓൺ തിയറി ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ലിനിക്സ് അഡപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പോഷർ അവര് കൊടുക്കുന്നുണ്ട്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറെന്റ് ആണ്. ബേസിക് സാധനം എന്ന് പറയുന്നത് മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ്. നാട്ടില് മലയാളം ചേട്ടാ എന്ത് പറ്റിയ അസുഖം, എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കാം. അവിടെ എത്തുമ്പോ നമുക്കൊരു ഇതിങ്ങനെ ചോദിച്ചാൽ മതിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. റഷ്യയിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ടർക്കിഷിൽ എങ്ങനെ ചോദിക്കാൻ? ടർക്കിഷല്ല, ഉസ്ബെക്കിൽ. എനിക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കില്ല. എനിക്കറിയത്തില്ല. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ, ഞാൻ ഉക്രൈനിലായിരുന്നോ? യുക്രൈനിൽ ഞാൻ മറന്നു വേണം. നമ്മള് മീഡിയം ഓഫ് ലാംഗ്വേജ് ആണ് പ്രശ്നം വരാം. എങ്ങനെയാന്ന് ചോദിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അവിടുത്തെ ലോക്കൽസിന് ഇംഗ്ലീഷ് ഇല്ല. പിന്നെ ഇവര് ചോദിക്കും എന്തിനാ നമ്മളെ ലാംഗ്വേജ് പഠിക്കുന്നതെന്നുള്ള സാധനം. പേരൻസ് ഒക്കെ നമ്മൾ 3 കൊല്ലം എടുത്തിട്ടാണ് നമ്മളെ ലാംഗ്വേജ് തീർക്കുക. ഫസ്റ്റ് ഇയർ നമുക്ക് ബേസിക് ഉണ്ട് ലാംഗ്വേജ് ആഡഡ് ആണ്. അത് 3 വർഷത്തേക്കുള്ള ഇല്ല. കാരണം 3 വർഷമാണ് ലാംഗ്വേജ്. നമ്മളെ നാട്ടില് നമ്മളെ അക്ഷരങ്ങൾ എഴുതി പഠിച്ച പോലെ തന്നെ നമ്മള് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് നമ്മള് വേറൊരു അക്ഷരങ്ങള് ആദ്യം എഴുതി പഠിക്കുക. അവിടുത്തെ അല്ല അങ്ങനെ പറയാം. ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ ഇതിന്റെ മീനിങ് ഇതായിരിക്കും വരാന്നുള്ള രീതിയിലൊക്കെ അവർ ആദ്യം അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കും. ഫസ്റ്റ് ടൈമൊക്കെ നമ്മളിങ്ങനെ LKG UKG ഇതെന്താ ആപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ട് ഈ സാധനം എന്താ അങ്ങനത്തെ ബേസിക് സാധനങ്ങളാ. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് മോർ ടു ക്ലിനിക്സ് ആണ്. ഹോസ്പിറ്റൽസ് പറയുന്ന പേര്, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പേര്, രോഗങ്ങളുടെ പേര്, സിംറ്റംസിന് പേര്, പനി, ചുമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അടപ്പുണ്ടാവുക. പിന്നെ 2ാമത്തെ വർഷമൊക്കെ എത്തി കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് തുടങ്ങുമല്ലോ. ബാർഗൈനിങ് ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ഇതാണല്ലോ നമ്മള് മെയിൻലി. ഇതിന് ഇത്ര രൂപ എന്ന് പറയാൻ മാറ്റം, ഇത്ര രൂപയ്ക്ക് പറയുന്ന മലയാളി മാർക്കറ്റ്സ് ഉണ്ട് അവിടെ. ഒരു ലോക്കൽ ഡിഷ് ഒരു സമൂസ പോലെ നാട്ടിലെ തന്നെ. നമ്മള് ഇപ്പൊ ഇവിടുന്ന് നമ്മള് ദോശ കഴിക്കുമ്പോ നമുക്ക് വെറൈറ്റി. തമിഴ്നാട്ടിലേക്ക് ദോശ ഭയങ്കര സോംസ് എന്നാ പറയാ. സോംസ് ഉസ്ബെക്കിൻ സോംസ് എന്നാ പറയാ. സോംസ് എടുത്ത സംസ കിട്ടും. ഒരു 4,000 to 6,000 ഇന്ത്യൻ പൈസ ഒരു 25-30 രൂപ ഒക്കെ ആ ഒരു റേറ്റാ വരുന്നുണ്ടാവുക. ശരി ശരി. നല്ലൊരു ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ, ടേസ്റ്റ് ഈസ് ഡിഫറെന്റ്. അങ്ങനെ ഒരു ഇതുണ്ട്. അതിൽ കുറച്ച് ചിക്കൻ ഫില്ലപ്പ്, അധികം മസാലാസ് ഒന്നും ഇല്ല. നമ്മളിവിടെ നല്ല മസാല. അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. മനസ്സിലായി. എനിക്ക് തോന്നണത് കഴിഞ്ഞ മാസം, അതിന്റെ മുന്നത്തെ മാസം എന്റെ ഫ്രണ്ട് അവിടെ ജോയിൻ ചെയ്ത എന്റെ ഫ്രണ്ട് ജോയിൻ ചെയ്ത ഫ്രണ്ടിനെ വിളിച്ച് അവനവിടെ പോയിട്ട് അങ്ങനെ രണ്ടാഴ്ചട്ടുള്ളൂ. അല്ലെങ്കിൽ കോൾ എടുത്തോളൂ, ഞാൻ ക്ലിനിക്കിലാണ് വിളിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു ജോയിൻ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് പ്രാക്ടിക്കലി ആദ്യം സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്കിപ്പോ ഫിസിയോളജി ഓപ്പറേഷൻ ഒന്നുമല്ല. ഇല്ല അങ്ങനെയല്ല. അതൊക്കെ നമ്മൾ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നത്. നമ്മള് ഫിസിയോളജി അങ്ങനെ അതുപോലെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ എപ്പോഴും നമ്മള് മെയിൻലി ഫിസിയോളജി നമ്മൾ BP മോണിറ്ററിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസസിന്റെ എക്യുപ്മെന്റ്സിന്റെ അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ സൈഡിൽ കൂടെ നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. നാട്ടിലെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ അവര് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് ക്ലിനിക്സിന്. അത് ഈ മീഡിയം അല്ല അങ്ങനെയില്ല. നമ്മളിത് കൊണ്ടുവരുന്നത് അവർക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി മെയിൻലി ചെയ്യുന്നത്. കാരണം ഇന്ത്യൻസ് എപ്പോഴും അവര് നോക്കുമ്പോ പുറത്തുനിന്ന് രാജ്യത്തുനിന്ന് ആൾക്കാർ അവരുടെ മീഡിയം ഓഫ് അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി കണ്ട് പഠിക്കാൻ വരുന്നവരാണ്. സോ ദേ യൂസ് ടു ട്രീറ്റ് ആസ് ലൈക്ക് ഒരു മേജർ ഒരു ആൾക്കാരായിട്ടാണ് നമ്മളെ അവർ കൺസിഡർ ചെയ്യുക. അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കണ്ട്
നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളെ അവർ ഇന്റർനാഷണലി ആ രീതിയിൽ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവരെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷന്റെ ഉറപ്പായിട്ടും നമുക്കൊരു പരിഗണന എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഒക്കെ യൂണിവേഴ്സിറ്റി ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ചെയ്യാറുണ്ട്. റീസെന്റ് ആയിട്ട് കുറെ പരിപാടികൾ കഴിഞ്ഞു. എല്ലാത്തിലും നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എപ്പോഴും ഒരു ഹൈലൈറ്റ് സാധനം അവർ കൊടുക്കും. ഇന്ന പെർഫോമൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ചെയ്യുന്നു, അതിനൊരു കോംപ്ലിമെന്ററി ആയിട്ട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ട്രോഫീസും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ നാട്ടിലേക്ക് വന്ന് they are treating us like a guest. ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കണ്ടെന്നില്ല മെന്റാലിറ്റി. ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ടീച്ചേഴ്സ് ആയാലും ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഇവരെല്ലാവരും അപ്പൊ നിങ്ങൾ ഏത് ഭാഷയിലാണ് പഠിക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളവരുണ്ട്. അത് വളരെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് അവര് ട്രെയിൻഡ് ആണ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അവരിതുപോലെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്, വരലുണ്ട്. അപ്പൊ അങ്ങനെ വന്നു ചിലര് നമ്മുടെ നാട് ഇപ്പൊ നമ്മൾ എത്രത്തോളം ഒരാളായിട്ട് കമ്പനി ആവുന്നോ അപ്പൊ അവര് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വിളിച്ചത് യൂസ് ടു കം. അവര് വരികയൊക്കെ ചെയ്യും. അവർക്ക് അത് ഇഷ്ടമാണ്, വേറൊരു നാട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെ. അമിതാഭ് ബച്ചന്റെ സോങ്സും കാര്യങ്ങളൊക്കെ യൂസ് ടു നോ. നമ്മളിങ്ങനെ പറയുമ്പോ ഇന്ന പാട്ട് ഷോലയിലെ പടത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയും. അവരിങ്ങനെ പാട്ട് പാടി ഇങ്ങനെ പറയും. നമ്മളിങ്ങനെ അമിതാഭ് ബച്ചൻ ഇന്ന ആളാന്ന് നമ്മളിങ്ങനെ പറയലുണ്ട്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ ആ രീതിയിലൊരു ക്വാളിറ്റി വീഡിയോസ് കാണുമ്പോൾ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള. അതെ ഞാൻ പറഞ്ഞില്ലേ, സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന അതിന്റെ ബിൽഡിങ്സ് ഒക്കെ അതുപോലെ ഭയങ്കര അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് സംഭവം. നാട്ടില് നമുക്ക് മെഡിക്കൽ കോളേജ് ഇപ്പൊ ഇത്ര ഒരു ഏക്കേഴ്സിൽ ഒരു കോളേജ് സ്ട്രക്ചർ ആ രീതിയിൽ, അതില് കാർഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ പൾമോ അങ്ങനെ എല്ലാ സർജറി ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഒരു ബിൽഡിങ്ങിൽ തന്നെ പല പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അവിടെ അങ്ങനെയല്ല. നമുക്കൊരു 28 അല്ലെങ്കിൽ 20 to 30 റേഞ്ചിൽ നമുക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്. സർജറിക്ക് ഒരു ഹോസ്പിറ്റലാണ്, ഒരൊറ്റ ഹോസ്പിറ്റലായിട്ട് തന്നെ വെച്ചേക്കുക. അത് ചിലത് ഡിസ്റ്റൻസ് ഉണ്ട്. ഇന്ന ഏരിയ ഫുള്ള് കവർ, നമ്മളിങ്ങനെ നാട്ടിലിങ്ങനെ ഏരിയ നടന്നാൽ ഇന്ന ഇത്ര ഏരിയ കവർ ചെയ്ത് ഇത്ര ഹോസ്പിറ്റൽസ് അവിടെ. ഇപ്പൊ കാർഡിയോളജിക്ക് ഒരൊറ്റ ഒരു ഹോസ്പിറ്റലാണ്. അതിൽ നമ്മള് അപ്പൊ റീജിയണൽ ക്ലിനിക്സ് ഉണ്ടാവും. നമുക്ക് മെയിൻ ആയിട്ട് 2-3 ക്ലിനിക്സ് ഉണ്ടാവും. ആ ക്ലിനിക്സ് മേ ബി ദേ വിൽ റെഫർ, ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഇന്ന ഹോസ്പിറ്റൽസിലേക്ക് അവർ റെഫർ ചെയ്യും. അപ്പൊ നമുക്കെപ്പോഴും നമ്മുടെ പ്രോബ്ലം വന്ന് ഐഡന്റിഫൈ ചെയ്ത് ഡെർമറ്റോളജി ഒരു സ്ഥലത്താണ്, ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ മാത്രം ഒരു സ്ഥലത്താണ്, അതിനായിട്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ. അപ്പൊ ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മൾ വരുമ്പം നമ്മൾ ഒരു റൂമിലേക്കായിരിക്കും നമ്മൾ ഒതുക്കി നിർത്തുക. പക്ഷെ ആ ഹോൾ ബിൽഡിംഗ് എങ്ങനെയാ, അവരുടെ നമുക്ക് അകത്തേക്ക് എൻട്രി ഇല്ല, അവരായിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ജസ്റ്റ് വിസിറ്റ് ഇതുപോലെ ഒരു ജനലിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ കാണാം, ഫോൺ വിളിച്ച് നമുക്ക് സംസാരിക്കാം, ഹായ് ഹലോ, ആ ഒരു ഇതാണ് നമുക്ക്. ഇൻഫെക്ഷൻസിന് ഒരു സെപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. ഓർത്തോ അതൊരു ഹോസ്പിറ്റൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഓരോരോ ഹോസ്പിറ്റലാണ്. ഇല്ല ഹോസ്പിറ്റൽസ് ആണ്. ഇങ്ങനെ മെയിൻ നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റിലൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ, അതല്ലാതെ ഔട്ട് ഓഫ് ദാറ്റ് എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ടാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറച്ചുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സർക്കിൾസ്, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ഏതാണോ നമ്മുടെ അടുത്ത സർക്കിൾ വരുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എവിടെയാണോ നമ്മുടെ ഹോസ്റ്റൽ അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനൊരു ഇതുണ്ട്. പക്ഷെ അതൊക്കെ നോർമലൈസ് ചെയ്ത് നമ്മള് 4th year 5th year അല്ലെങ്കിൽ 3rd year ഒക്കെ കഴിയുമ്പോൾ നമ്മളത് യൂഷ്വലി പഠിക്കും. ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോവാൻ നമുക്കറിയാം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വളരും എന്നുള്ളതാണ്. ഇപ്പൊ ചില ന്യൂസുകൾ കാണുമ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവമാണ്, അത് നമ്മുടെ ആൾക്കാർ മലയാളികളെ പറ്റിക്കുമ്പോ അത് എന്താണ് അതിന്റെ ഒരു കോൺസിക്വൻസ് എന്നുള്ളൊരു കാര്യം. ഞാനിപ്പോ അടുത്തൊരു ഇത് അറിഞ്ഞു, ഒരു സൂയിസൈഡ് കേസ് ഭാഗത്ത് തന്നെ ചൈനയിൽ നിന്ന് MBBS ബ്രസീലിലാന്ന് തോന്നുന്നു. ചൈനയിൽ നിന്ന് MBBS പഠിച്ചിട്ട് അവരുടെ പേരൻസ് ചെയ്തത് ട്രസ്റ്റഡ് മീൻസ് ആ ഒരു ഏജൻസിനെ അവർ ട്രസ്റ്റ് ചെയ്തു. അവര് പൈസ അവർക്ക് കൊടുത്തു, അവരത് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് അടച്ചില്ല. യൂണിവേഴ്സിറ്റിയിലെ കറക്റ്റ് സമയത്ത് പൈസ എത്തിയില്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസ് എന്താണ്, ക്ലാസ് കയറാൻ പറ്റില്ലെങ്കിൽ കയറാൻ പറ്റില്ല, അലൗഡ് അല്ല. അങ്ങനെയാണ് നമ്മൾ ഫീസ് അടച്ച് പഠിക്കുന്നതാകുമ്പോൾ നമുക്ക് പക്ഷെ നോട്ടീസ് പീരീഡ് ഉണ്ടാവും. ഇത്ര ടൈമിൽ അടുത്ത സെമ്മിൽ ഇത്ര മാസത്തിനുള്ള ഫീസിന്റെ ഇത് വരികയാണ്, അപ്പൊ നിങ്ങൾ അടയ്ക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിയും തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏജൻസിക്കാർ അതിലൊരു മാസം പിന്നെ വിളിച്ചു തുടങ്ങും, അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, അക്കൗണ്ടിലേക്ക് പൈസ. അപ്പൊ പേരൻസ് എന്ത് ചെയ്യും, ഓരെത്തിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കൊടുക്കും. അപ്പൊ ആ കുട്ടി അങ്ങനെ ആവാനുള്ള ഒരു കാരണം ഇതാക്കി പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളും ആ ഒരു രീതിയിൽ കാരണക്കാരായി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഏജൻസിക്കാരും പറ്റിച്ചതല്ലേ. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച തുടക്ക സമയത്ത് നമ്മൾ ട്രസ്റ്റ് ചെയ്ത ഏജൻസിക്കാർക്ക് പൈസ കൊടുക്കുക. അവർക്കറിയാലോ നമ്മുടെ തോട്ട് എന്താ, അവർക്കറിയാം
അവർക്ക് എന്താ ചെയ്യണെന്ന് നമ്മൾ ഓരോ കൈ കൊടുത്താൽ ഒരു ഭദ്രമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോ ആൾക്കാർ അറിഞ്ഞു. അതാണ് നമ്മള് കൊറേ നമ്മള് പോയ സമയത്ത് കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ബിഗ്ഗസ്റ്റ് അല്ല, ആ സമയത്ത് ബിഗ്ഗസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഏജൻസിക്കാർ ഇതുപോലെ കുട്ടികളൊന്ന് പൈസ മേടിക്കും, ആ പൈസ യൂണിവേഴ്സിറ്റിയിൽ എത്താതെ വരിക, നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാതെ ഒരു 1 മന്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോ പൈസ അടച്ചു, വീട്ടിൽ നിന്ന് പൈസ കഷ്ടപ്പെട്ട് അയച്ച് ഇവരുടെ കയ്യിൽ കൊടുത്തു, ഇവര് തെറ്റിക്കും. ഇപ്പൊ നമ്മളെ വിളിക്കുമ്പോ ഇവര് ഇന്ന് വരും നാളെ വരും എന്നുള്ള കാര്യങ്ങൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഓരോത് മുക്കി അല്ലെങ്കിൽ ഓരോത് മറച്ചു. അന്ന് നമ്മൾ ഇതുപോലെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, നാട്ടിലുള്ള പേരൻസ് എല്ലാം കൂടെ അവരെ വിസിറ്റ് ചെയ്തു, അതിനുള്ള നടപടികൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന് അവരൊരു സൊല്യൂഷൻ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും അതുപോലത്തുള്ള സ്കാംസ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവരുടെ എക്സ്ട്രാ പൈസ കൂട്ടി മേടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഒന്ന് ഇതൊരു സ്വപ്നമാണ് പല ആളുകൾക്കും ഡോക്ടർ ആവാന്നുള്ളത്. രണ്ടാമത്തത് ഇപ്പൊ എസ്പെഷ്യലി പുറത്ത് മെഡിക്കൽ ഓപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ ആ ഒരു ഫൈനാൻസ് എവിടെ നിങ്ങളൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ ഉറപ്പായിട്ടും നമുക്ക് തോന്നിയ സാധനം അന്നിന്റെ ചോറിൽ മണ്ണ് വാരി ഇട്ടിട്ട് അവര് നമ്മൾ അന്നം കണ്ടെത്തുന്ന എന്നുള്ള സാധനം നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചെന്നപ്പോ നമ്മൾ അങ്ങനെ നമ്മുടെ ഏജൻസിക്കാരോട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത്, എന്തിനും ഞങ്ങളുടെ കഞ്ഞി കൊണ്ട് വിട്ടിച്ചിട്ട് എന്തിനാ നിങ്ങൾ ഈ ചെയ്യുന്നേ? നമ്മൾ ലിറ്ററലി നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ തുടക്കത്തിലൊക്കെ നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചിരുന്ന ആൾക്കാരായിരിക്കും നമ്മളോട് ഇങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുന്നത്. അവര് കൊണ്ടുപോയിട്ട് അവർക്കറിയത്തില്ല, അവർ ഇന്നിടും നാളെ ഇടും മറ്റന്നാൾ ഇടും, അങ്ങനെ നീണ്ടു 1 മാസം വരെ എത്ര പൈസ കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ കൂട്ടത്തിൽ അപ്പൊ പോലും തരാം എന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്ന ഇഷ്ടം പോലെ. നമ്മൾ പിന്നെ പോയ വഴി പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെ മെന്റാലിറ്റി അങ്ങനെ പോകും. നമുക്കൊരു ഉളുപ്പ് തോന്നില്ലേ ചോദിച്ച് താന്ന് പറയുന്നത്, പിന്നെ അത് പോട്ടേന്ന് നമ്മൾ കളയുക ചെയ്യാം. പക്ഷെ ചോദിച്ച് മേടിച്ചവരുണ്ട്, കിട്ടിയവരുണ്ട്, അങ്ങനെ വാങ്ങിച്ചെടുത്തവരുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളതാണ്, ഇവർക്കത് ബിസിനസ് ആണ്. പ്രോപ്പർ ഒരു ബിസിനസ് സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് ഇവര് എത്ര ലാഭം കിട്ടും, എത്ര കുട്ടികൾ പോയി എത്ര കിട്ടും അത് നോക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് നമ്മൾ അവിടെ നിൽക്കുന്നു, നമ്മളൊരാളെ കൊണ്ടുവരുന്നു, അവരെവിടെ പഠിക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. ഡോക്ടറിനുണ്ടായ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത്. ഇല്ല, അത് ഉറപ്പായിട്ടും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു. നമുക്ക് ഒന്ന് ആലോചിക്കാം, നമ്മൾ ഭയങ്കര സ്വപ്നത്തോടുകൂടി നമ്മളവിടെ പഠിക്കുകയും ചെല്ലുക. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും ക്ലാസ്സിൽ പോകും. രാവിലെ ഹോസ്റ്റലിൽ റൂമിലുള്ള ആ ഫ്ലോർ ഫുള്ള് കാലിയാ. ആ ഫ്ലോറിൽ എത്ര റൂംസ് ആണ്, ആ റൂമിൽ ഒറ്റ കുഞ്ഞ്, വല്ല പനി പിടിച്ച് കിടക്കുന്ന ഒരാളല്ലാതെ വേറെ ആ ഫ്ലോറിൽ ഒറ്റ കുഞ്ഞ് കാണില്ല. കിച്ചൺ എംറ്റി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ സൈക്കിൾ റൊട്ടേഷൻസ് മാറി വരുന്ന ആരെങ്കിലും ഒക്കെ. അപ്പൊ ഉച്ച കഴിഞ്ഞ ക്ലാസ് അവരൊക്കെ ഉണ്ടാവും, നമ്മള് മാത്രം ഒറ്റയ്ക്ക്. എവിടെയെന്ന് അറിയത്തില്ല, പൈസ എവിടെ പോയി എന്ന് അറിയാതെ നമ്മളിങ്ങനെ കഷ്ടപ്പെടും. അത് ഭയങ്കര മെന്റലി ആരോട് ചോദിക്കും. വീട്ടിൽ നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വിളിച്ച് ഫോഴ്സ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മുടെ പേരൻസ് ഏത് ലെവലിൽ നിന്ന് കഷ്ടപ്പെട്ട നമ്മളെ പഠിപ്പിക്കുന്ന. ഓര് ചതിച്ചു അല്ലെങ്കിൽ ഓര് തരുന്നില്ല, അവരുടെ വേവലാതെ എന്റെ കൊച്ചു അവിടെ അന്യനാട്ടിലൊരു പൈസ ഇല്ലാതെ ക്ലാസ്സിൽ കയറാതെ ഇരിക്കുന്ന പറയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു പെയിന്. അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോ തന്നെ എന്തിനാ വെറുതെ, നാച്ചുറലി പോകുന്നൊരു പ്രോസസ്സാണിത്. നമുക്കും ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായപ്പോ വി തോട്ട് ഓഫ് ഡൂയിങ് ഇറ്റ് ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ്. ഇപ്പൊ ഇതുവരെ 2-2.5 വർഷമായി നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനെക്കാട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന പാരന്റ്സിന്റെ. ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് റിയാക്ഷൻ. അപ്പൊ നമ്മൾ അവിടെ ഉണ്ട്, അവിടെ പഠിച്ചതാണ്, ഇങ്ങനെയാണ് ക്ലാസ് വരുന്നത്, ഇങ്ങനെയാണ് ക്ലിനിക്സ് പോകുക, ഇങ്ങനെയാണ് ഈ ടൈം ടേബിൾ, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം എങ്ങനെയാന്ന്. ഏജൻസിക്കാർ എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ സംഭവം. നമ്മളപ്പോ ഭയങ്കര അവര് വരുന്ന ഗെറ്റപ്പ് വല്ല വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു, ലാപ്ടോപ്പ് ആയിട്ട് കയ്യിൽ വരുന്നു, ലാപ്ടോപ്പിൽ കുത്തിയത്. അപ്പൊ നമ്മൾ ശരിക്കും അവരെന്ത് വലിയൊരു ടീമാണ്. അപ്പൊ പേരൻസ് ഒക്കെ അത് കാണുമ്പോ ഒരു ഭയങ്കര കാരണം ഇംഗ്ലീഷിൽ സംസാരിക്കാം. നമ്മൾ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ ചില പേരൻസ് ഒക്കെ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എന്റെ കുട്ടി പഠിക്കണം എന്നാണ് വിചാരിക്കുക. അപ്പൊ ഓരോ കാണുമ്പോൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓര് വരുന്ന അപ്പൊ മെയിൽ ഓർ ഫീമെയിൽ ആരാ വന്നാലും അവർ അത്ര വലിയ അടിപൊളിയാണ്, ഓർക്ക് എന്തായാലും നല്ല പരിചയം ഉണ്ടാവും, അപ്പൊ ഓർക്ക് കൂടെ തന്നെ നമുക്ക് പോവാം. പക്ഷെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാ. അപ്പൊ അതൊന്നും എന്തിനാ വെറുതെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ. നമ്മളെല്ലാരും ജീവിക്കട്ടെ, എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് പോട്ടെ, കൂടുതലുള്ളവരും ചെയ്യാം. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. എന്റെ ഒപ്പം ഒരാളും കൂടെ വളർന്ന് വന്നു കഴിഞ്ഞാലാണ് എനിക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാവുക. അല്ലാതെ ഒരാളെ ചവിട്ടിയിട്ട് ഞാൻ പൊങ്ങുമ്പോ എത്ര പൊങ്ങാൻ പറ്റും? ഇല്ല, ലിറ്ററലി ഒരാളെ നമ്മൾ താത്തിട്ട് നമ്മൾ എത്ര വരെ പൊങ്ങാനാ? നമ്മൾ ഒരു ദിവസം നിലത്തേക്ക് വീഴും. അപ്പൊ അതിലും ഭേദം കൂടെ ഉള്ള ഒരാൾ നമുക്ക് കൈത്താങ്ങായിട്ട് അയാളെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴാണ് നമുക്കൊരു മനുഷ്യന് സഹായം വേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോ വേണമെങ്കിലും ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമുക്കൊരു കൈ തരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് ബന്ധങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്ത് നമുക്കതൊരു നമ്മള് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ മലപ്പുറം ബേസ്ഡ് അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ തൊടുപുഴ ബേസ്ഡ് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാം, നമുക്ക് ഹൈദരാബാദീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തെലുങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയാം മച്ചാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ദേ വിൽ ട്രീറ്റ് അസ്
അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെ നമ്മളെ നോക്കും, അവര് നമുക്കുള്ള ഫെസിലിറ്റീസ് തരിക. നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. നമ്മുടെ ആളവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരവിടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസ്. സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഒക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരെ അവരെ ഒരു ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും അത് നമ്മൾ അവരെ അങ്ങോട്ട് കൊടുക്കുന്ന ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നല്ല, നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടാവും. നല്ല സൈഡിൽ ആ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിനൊരു പ്ലസ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇങ്ങനെയൊരു നമ്മൾ നോക്കുമ്പോ. ഓക്കെ, ഇപ്പൊ അഖില ഓൾമോസ്റ്റ് ഒരു 6 years അവിടെ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ ഇവന്തോ ഇപ്പൊ നമ്മുടെ നാട്ടില് വുമൺ സേഫ്റ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് നമ്മൾ പുരോഗമിച്ചു എന്നും പറയുന്നുണ്ട്. സ്റ്റിൽ എല്ലാ പാരന്റിന്റെ ഉള്ളിന്റെ ഒരു ടെൻഷനാണ്, എന്റെ മോൾ അവിടെ പോകുമ്പോ സേഫ് ആണോ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ. കാരണം നാട്ടിലിരുന്ന് അവിടുത്തെ കാര്യം നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയും. ആക്ച്വലി എന്താണ് ലൈക് സേഫ് ആണ്. അതിന്റെ പക്ഷെ രസകരമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്, എന്റെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ടാണ്, 6 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഇറങ്ങി. അപ്പം നാട്ടിൽ വരുമ്പോ നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് തന്നെ വിടാൻ പേരൻസ് വില്ലിങ്ങില്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ അവിടെ തന്നെ, അവിടെ നീ സേഫ് ആണ്. പക്ഷെ നാടങ്ങനെയല്ല. പേരൻസ് അവിടെ എനിക്ക് ചെയ്യാം, എനിക്ക് പോവാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നിനക്ക് വിസിറ്റ് ചെയ്യാം, കൂട്ടുകാരൊക്കെ അവിടെ അത് സേഫ് ആണ്. പക്ഷെ ഇവിടെ അത് അല്ല. സ്വന്തം കുറച്ച് ടൗണിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഫ്രണ്ടിന്റെ വെഡിങ്ങിനോ അല്ലെങ്കിൽ എന്തിനേലൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അവര് പോയിട്ട് വേണ്ട തന്നെ പോകണ്ടെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം നമ്മളെ എത്ര നാട് പുരോഗമിച്ചെന്ന് പറഞ്ഞാലും സ്റ്റിൽ ദർ ആർ ഇഷ്യൂസ്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെയൊക്കെ വിമൻസ് ആർ ഓൾവേസ് ട്രീറ്റഡ് ലൈക്ക്, നമ്മൾ ആ ഒരു റെസ്പെക്റ്റും ഇപ്പൊ മറ്റേ ഫെമിനിസം സാധനം അതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കിട്ടണ്ട ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും കിട്ടേണ്ട ഒരു ബേസിക് ഹ്യൂമൻ റെസ്പെക്ട് ഉണ്ട്. അത് അവിടെ ഉണ്ട്. നമ്മൾ അങ്ങനെ ആരും ബോധേഡല്ല. പലപ്പോഴും കോഴ്സ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ ഉറപ്പായിട്ടും നമ്മൾ നാട്ടിൽ വന്നുമ്പോ നമുക്ക് കുറച്ച് ടൈം പീരീഡ് നിന്നിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകണം തോന്നുന്നതിന്റെ മേജർ സാധനം അതാ. നമുക്ക് അതിനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പറയും നാട്ടിൽ നിന്ന് പെമ്പിള്ളേർക്ക് രാത്രി ഇറങ്ങി ഭയങ്കര ഇഷ്ടമാണ്. എന്താ മേജർ സാധനം വെച്ചാൽ അങ്ങനൊന്നും ഇല്ല. ചുമ്മാ രാത്രി പോവാ. നമ്മളിങ്ങനെ നോക്കുമ്പോ ചെക്കന്മാരൊക്കെ രാത്രി ചായക്കട ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, ഒരു വർത്താനം പറയുന്നു, ഓരോരു മൊമെന്റ്സ് മീൻസ് എൻജോയ് ചെയ്യുന്നു. നമുക്കങ്ങനെ പോവാനും ഇല്ല, വീട്ടിൽ നിന്ന് വിടില്ല, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ശരിക്കും റിയൽ ലൈഫിൽ. പക്ഷെ അവിടെ അങ്ങനെയല്ല. നമുക്ക് പോവാം, നമ്മൾ സേഫ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി സറൗണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സോ നമ്മള് ഗേൾസ് പോവും, ചുമ്മാ ഒന്ന് ഇറങ്ങി ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് നടന്നാലും മതി. യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെ അത്യാവശ്യം വലിയ സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഹോസ്റ്റൽ നീഡാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട് നടക്കും. കാരണം മുക്കിന് ക്യാമറാസ് ഉണ്ട്, ഒരു റേസിസം ഇഷ്യൂസ് ഇല്ല, വേറെ ആള് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല. നമ്മളിങ്ങനെ പോവാണ് അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ പോയി അവനവന്റെ കാര്യങ്ങൾ നോക്കി സന്തോഷമായി ജീവിക്കുന്നു. അവരവരുടെ ലൈഫിൽ തിരക്കാണ്. മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാൻ അവർക്ക് സമയമില്ല. നമ്മുടെ കുട്ടികൾക്ക് പുറത്തൊക്കെ ഇറങ്ങാം, സീനിലെ കാര്യമൊന്നുമില്ല, അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഫാമിലി. ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു കുട്ടി ഇന്ത്യ അവിടെ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ മീൻസ് നാട്ടിൽ നിന്ന് നമ്മളെ വെക്കേഷൻ വന്നിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ നോക്കിയിട്ട് ഒരു മന്ത് കൂടെ എന്താ പോകുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത്രയും കൺസേൺഡ് ആണ് അവര്. പക്ഷെ അവിടെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. പുറത്ത് പോയി പഠിക്കുന്ന ഇപ്പൊ ടിപ്പിക്കലി നമുക്ക് തോന്നുന്ന ആൺകുട്ടികളാണ് അധികം പോയി പഠിക്കുന്നത്. അല്ല, ഇപ്പം 60-70% കുറച്ച് വർഷങ്ങളായിട്ട് പെൺകുട്ടികളാണ്. അവരത്രയും എൻജോയ് ചെയ്ത്. കാരണം ഈ ഫ്രീഡം നമ്മളെപ്പോഴും പറയാം എന്താ ഫ്രീഡം ഉണ്ടല്ലോ, എന്താ ഇവിടെ പോകാനില്ല. പക്ഷെ അതല്ല സംഭവം. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റുക, നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക, അത് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് തന്നെ പോയി മേടിക്കാൻ തോന്നുന്ന സമയങ്ങളുണ്ട്, തന്നെ ചായ കുടിക്കാൻ പോകണമെന്ന സമയങ്ങളുണ്ട്, എല്ലാവരും ആയിട്ടും. അപ്പൊ പെൺകുട്ടികൾ അങ്ങനെ പോകണം തോന്നും. ആൺകുട്ടികൾക്ക് ആ ഒരു സാധനം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാധനം, സേഫർ ആണ് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് എപ്പോഴും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാം, ആർ വി ആർ സേഫ്. നമ്മൾ തന്നെ അനലൈസ് ചെയ്യേണ്ട, കൂടെ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ പോയിക്കോ. പക്ഷെ നമുക്കത് ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് പാട്ടിട്ട് ഒരു ഹെഡ്സെറ്റ് വെച്ചൊരു പാട്ട് കേട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക് എന്തെങ്കിലും അതുപോലെ മൊജിറ്റോ പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഒരു കോഫി വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ച് നടക്കുക, കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരിക്കലും കിട്ടുന്ന ഒരു സാധനമല്ല. ഇപ്പൊ ഉണ്ടായിരിക്കും, ഇല്ല എന്നല്ല, എന്നാലും 100% ജനറലി അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നോക്കുമ്പോ നല്ലതാണ്. അങ്ങനത്തെ ഇപ്പോഴും എനിക്ക് തോന്നുന്ന നാട്ടില് വീട്ടുകാര് ഇവിടെ പേടി എല്ലാവർക്കും. നമ്മൾ അങ്ങനെ ജനറലൈസ് ഇഷ്യൂസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ ഒരു
നോർമലി ഇപ്പം അങ്ങനെയല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മൾ നോർമലി യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മള് രണ്ടുപേരുള്ള സീറ്റിൽ KSRTCയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അടുത്ത ആൾ വന്നിരിക്കുക, എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുക, എവിടെ ഇറങ്ങണേ, എവിടെ വീട്, കുറച്ചും കൂടെ അടുത്തേക്ക് ഇരിക്കുക. ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഇഷ്ടംപോലെ സമയം. നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് മൈനർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ഫേസ് ചെയ്യുന്ന എല്ലാ ഗേൾസും നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ബോയ്സിനും ഉണ്ട്, ഇല്ല എന്നല്ല, അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് അവരും ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാലും പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. നമുക്ക് അതിപ്പോഴും ഒരു ട്രോമ പോലെ കിടക്കും. നമുക്കിങ്ങനെ നമുക്കൊരു അനുവാദം ഇല്ലാതെ ഒരാൾ അടുത്ത് ബാഡ് ടച്ച് എന്ന് പറഞ്ഞാല് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ്, അത് നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു, ഒരാൾ നോർമലി എവിടെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ ഇന്ന സ്ഥലത്തുമ്പോ അത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള സാധനം. ഇതിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുക, സോപ്പിടാണ്ട് കുറച്ച് നീങ്ങിയിരിക്കുക, നമ്മളൊന്ന് നോക്കി എന്താ ചേട്ടാ അല്ലെങ്കിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോ അയ്യോ പിന്നെ ഒരു നീങ്ങിയിരിക്കുക, അല്ല മറ്റേ കൈ എത്തി സൈഡിൽ കൂടെ പിടിക്കുക, അല്ലെങ്കിൽ പുറകെ കൂടെ കൈ വെക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് വരത്തോലും ഇല്ല, നമ്മളങ്ങ് ഫ്രീസ് ആയി പോകും ചില സമയത്തൊക്കെ. അങ്ങനെയുള്ള, പക്ഷെ അവിടെ അങ്ങനത്തെ പരിപാടിയില്ല. ഒരു മനുഷ്യനും നോ, ദേ വോണ്ട് ഇവൻ. അതാണ്, സമാധാനപരമായി ജീവിക്കാം. നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളതാ നമ്മുടെ ഒരു, നമ്മളെന്താണ് അതുപോലെ ലൈവ്ലി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഒരു ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഉള്ളിൽ കൂടെ മെല്ലെ നടക്കുക, ഒരു പാട്ട് വെക്കുക, അവിടെ ഇരിക്കുക, ഹോസ്റ്റലിൽ ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോൾ തിരിച്ചു കയറി വരിക. അതൊരു ഭയങ്കര ഒരു, എല്ലാവരും അവർക്കൊരു പേഴ്സണൽ ടൈം കൊടുക്കുന്ന ഒരു സാധനം, അതൊക്കെ നമുക്ക് കിട്ടും. നാട്ടിൽ നിന്നാണെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കുമ്പോ എന്താ തനിച്ചിരിക്കുന്നത് ആ ഒരു സ്കീമിലേക്കൊക്കെ പോവും. പക്ഷെ അവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ആരും അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ മോശമായിട്ട് നോക്കാനോ കമന്റ് പറയാനോ അങ്ങനെയൊന്നും ആരും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങള് കുറച്ചും കൂടെ മേ ബി ലൈഫ് സ്റ്റൈല് കുറച്ചും കൂടി ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കാം. നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിങ്ങനെ നമുക്ക് അവിടെ പോയി ഇത് കണ്ടു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ നേരെ തിരിച്ചാണല്ലോ. ഞാൻ എപ്പോഴും പറയാം പെൺകുട്ടികൾക്ക് ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കൊക്കെ നമുക്കൊരു ടൂറ് പോവാണ്, കുട്ടികൾ പെൺകുട്ടി ഇപ്പൊ ഞങ്ങള് തന്നെ അവസാനമൊക്കെ ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ ഗേൾസ് ഗ്യാങ് ആയിട്ടാ പോയത്. അപ്പൊ തുടക്കത്തിലൊക്കെ പറയാം ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പോയാൽ മതി, ഇങ്ങനെ ആൺകുട്ടി. പക്ഷെ ഒരിക്കലും അവരാദ്യം പറയില്ല അവള് കേപ്പബിൾ ആവട്ടെ എന്ന് ചിന്തിക്കുക കുറച്ച് കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളെ പേര് നമ്മൾ പോവാണെന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാ പോകുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യും. പക്ഷെ 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോ പേരൻസിന് മനസ്സിലാവും ഓക്കെ കുട്ടി എവിടെ ആയി, ഓക്കെ അറിയാം എവിടെയാ പോകണ്ടേ, ഓക്കെ പോയാൽ അവള് തിരിച്ചു വരും ഇന്ന സമയമാകുമ്പോ എത്തുന്നുള്ളത് അവർക്ക് അറിയാം. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പേരൻസിന് പിന്നെ കോൺഫിഡൻസ് ആണ് ഓക്കെ ഷീ ക്യാൻ സർവൈവ് അല്ലെങ്കിൽ ഷീ ഈസ് കേപ്പബിൾ ഫോർ ദാറ്റ് എന്നുള്ള സാധനം വരും. പക്ഷെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ അവിടെയാണ്, അവിടെ ശരിയാണ്, അവിടെ അങ്ങനത്തെ നാടാണ്. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയല്ല എന്ന് പറയും, നമുക്കറിയില്ല. അതെ, ഇപ്പോഴും അങ്ങനെ ഒരു മേ ബി കുറച്ചും കൂടെ കഴിയുമ്പോ മാറുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അതിങ്ങനെ പറയൂല്ലോ നമ്മള് പെൺകുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആയി വരും. ഇത് നമ്മളോടാണ് പ്രിക്വേഷൻ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരു പെൺകുട്ടി ഇങ്ങനെയാണ് അവളെ അങ്ങനെ ചെയ്യരുതെന്ന് ഭയങ്കര പ്രൈമറായിട്ട് പഠിപ്പിച്ചു തുടങ്ങുമ്പോഴേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇങ്ങനെ വരുമായിരിക്കും. സാധാരണ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ചായ കുടിച്ചിരിക്കുമ്പോ എപ്പോഴും ബിസിനസ് പ്ലാനുകൾ ഉണ്ടാവും. ഉറപ്പായിട്ടും അതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നൊരു പ്ലാനിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയത്? അത് സംഭവം നമ്മളിങ്ങനെ നമുക്കിങ്ങനെ നമുക്ക് എന്ത് സാധനം നമ്മൾ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിലോ നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അപ്പൊ നമ്മളൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അപ്പൊ അതിന് നമുക്കൊരു ഒരാളുണ്ടാവും, മീൻസ് ഒരാളെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ സാധനം തുടങ്ങി നമ്മളിങ്ങനെ അഡ്മിഷൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായൊരു ദുരനുഭവം, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ നമ്മളിത് കരകയറാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഷോൾഡർ വരും, എടാ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഞങ്ങളുടെ നിന്ന് ഇതുപോലെ പറ്റിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി. ഇതൊക്കെ അവരങ്ങനെയാണ്. നമ്മളിപ്പം അത് അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ പറയില്ല ഈ സോപ്പിഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഒരാളിങ്ങനെ വന്ന് പറയുന്നു, അടുത്ത കൊല്ലാകുമ്പോ ഇതേ സീൻ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞ ആള് ഷോൾഡർ തട്ടിയ ആള് പോയി, നമ്മൾ അടുത്ത ആള് ഷോൾഡർ തട്ടി പറയാണ് എടാ ഇതിങ്ങനെയാണ്. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി മടുത്തു, കഥകൾ പറ്റിക്കപ്പെട്ട് നമുക്കിങ്ങനെ തോന്നും എന്തെന്നാ ഇതിപ്പോ എന്താ എല്ലാരും ഇങ്ങനെ കാണിക്കുന്ന എന്നുള്ള രീതി തോന്നും. അപ്പൊ നമ്മളതിനെ പ്രോസസ്സിനെ പറ്റി പഠിക്കാം ഉറപ്പായിട്ടും. കാരണം നമുക്ക് പോയതിന്റെ ഇരട്ടിയായിരിക്കും അടുത്തവന് പോകുന്നുണ്ടാവും. അതാ നമുക്കൊരു 10,000 പോയി അടുത്തവന് 20,000 പോവും, അടുത്തവന് 20,000 പോയി 30,000 പോവും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മളിങ്ങനെ വന്നിട്ട് നമ്മളങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് തോന്നി എന്താ നമുക്ക് ഇതിനെ പറ്റി അറിയാൻ പറ്റി. കാരണം
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവരെ പോയി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോസ്റ്റൽ ചേഞ്ചിങ്ങിനടക്കം നമ്മൾ തന്നെ പോയി കാണണം. നമ്മൾ തന്നെ പോയി കണ്ടു. കാരണം പുറത്തുനിന്ന് ഒരാളെ ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മളെ കൊണ്ടുവന്ന ഏജന്റാന്ന് പറയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. അതിന് വരുന്നത് നമ്മുടെ സീനിയർ ആയിരിക്കും. ഞങ്ങളുടെ റൂം മാറ്റണം എന്നുള്ളത്. അപ്പൊ നമ്മള് ഇതുപോലെ ഉണ്ടായിരുന്ന റൂമിന്റെ കാര്യങ്ങൾ പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ സീനിയർ ബാക്കിയുടെ ഇത് ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം ലാംഗ്വേജ് ഒരു ബാരിയറാണ്. തുടക്കത്തിൽ വരുന്ന ഒരു കുട്ടിയൊക്കെ നമുക്ക് അറിയാൻ പാടാണ്. പക്ഷെ സീനിയേഴ്സിന് അങ്ങനെയല്ല. ഇത്ര വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വന്ന് വി ഗോ ടു നോ വാട്ട് ദ പ്രൊസീജിയർ ഈസ്. എന്താണ് റിയാലിറ്റി സംഭവം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ പറഞ്ഞ ഒരാളുടെ ചോറിൽ മണ്ണ് വാരിയിട്ടിട്ട് അവര് നമ്മളൊരു സാധനം കെട്ടിപ്പൊക്കുന്നത്, അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിലും പൊട്ടി പോവാന്നൊരു സാധനം. പക്ഷെ നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഇപ്പം അവർക്കതൊരു കോൺഫിഡൻസ്, ഇപ്പൊ നമ്മൾ സഹായിച്ചു. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു ഷോൾഡർ തട്ടിയപ്പോ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മളടുത്തൊരു കുട്ടി വരുമ്പോൾ നമ്മളത്, ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാം എടുക്കുന്ന ഈ റെഫറൽസ് ആണ്. നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്ത് സ്കോളർഷിപ്പ് ആകർഷകമായ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഞാൻ വന്നു, എന്റെ സ്കൂളിൽ പഠിച്ച അതേ കുട്ടി ആയിരിക്കും, അല്ലെങ്കിൽ സബ് ജൂനിയർ ആയിരിക്കും, ഇയേഴ്സ് ഓഫ് അവരുടെ സൂപ്പർ സീനിയർ ആയിരിക്കും ഞാനായിട്ടുണ്ടാവും. അപ്പൊ അവര് നമ്മളോടൊന്ന് ചോദിക്കുന്നെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ റിയാലിറ്റി നമ്മളിപ്പോ നമ്മളിപ്പോ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. അപ്പൊ അവർക്കത് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുക, എന്താ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്കത് ഓക്കെയാണ്. അങ്ങനെ ഇയേഴ്സ് ഓഫ് ഇത് ബിൽഡ് ചെയ്ത് വന്നപ്പോ അടുത്ത വർഷം ഈ കുട്ടീന്റെ ആയിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യില്ലേ, നിങ്ങൾ അഡ്മിഷൻ ചെയ്യുന്നില്ലേ ചോദിക്കും. നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കുറച്ചുപേര് തുടങ്ങി ഇത് ആദ്യത്തെ ഷോൾഡർ തട്ടുമ്പോഴാണ് നമുക്ക് ബിൽഡ് ചെയ്ത് നമ്മളെടുത്തു. ഓരോ കൊല്ലം നമ്മളെ ഔട്ട്സൈഡ് നമുക്കൊരാളില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന നമ്മുടെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമുക്കുള്ളത്. ഓരോ അടുത്തുനിന്ന് വരുന്ന അഡ്മിഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ കുറെ ബാനേഴ്സ് വെച്ച് മറ്റേ പത്രത്തില് അല്ലെങ്കിൽ യൂട്യൂബില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ പരസ്യം കൊടുത്ത് ആകർഷകമായ സാധനങ്ങൾ നമ്മളതില്ല. നമ്മൾ റിയാലിറ്റി ഹിറ്റ് ചെയ്ത് എന്താണ് സംഭവം എന്ന് നോക്കി നമ്മളെ കണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ കുറവാണ്. പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ വരുമ്പോൾ എന്നതാണ് സാധ്യത, ഇങ്ങനെയാണ് സ്ട്രഗിൾസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല, റിയാലിറ്റി സ്ട്രാറ്റജി. അതാണ് റിയൽ ആൻഡ് റിയൽ ലൈഫ് ആ സാധനം പോലെ നമ്മളിങ്ങനെ പറയും, ഇന്നതാണ് റിയാലിറ്റി, ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, 6 വർഷം പഠിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഇത്ര തുകയാവും, ഇങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സസ് ടൈം പോവുക, ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റീസ് എങ്ങനെയായിരിക്കും, തുടക്കത്തിൽ നിങ്ങൾക്ക് മെസ് ഫുഡ് ഓക്കെ ആയിരിക്കും, ക്ലൈമറ്റ് ഇങ്ങനെയാണ്, പിന്നെ നിങ്ങൾ സെൽഫ് കുക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി വിൽ ഗൈഡ് യു. നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വി വിൽ ഗൈഡ് യു. അതിൽ ഗൈഡൻസ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. ഇന്നത് ചെയ്താൽ നമ്മൾ ഇങ്ങനെയാണ് പ്രൊസീജിയർ പോകുന്ന അടക്കം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താണ് നമ്മൾ ചെയ്യിക്കുക. അല്ലാതെ ഒരിക്കലും മേടിച്ചോണ്ട് പോയി ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വരാം, എന്താണ് പ്രോസസ് നടക്കുന്നത് അവർക്ക് അറിയത്തില്ല, എന്ന് കൊണ്ടുപോയി ഒരാഴ്ച അവർ വരുന്നത് എന്താ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ പറയും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഡൽഹിയിലേക്ക് അയക്കണം, വിസയ്ക്ക് സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ട് ഇത്ര ദിവസം അയച്ചിട്ട് ഇത്ര ദിവസം കിട്ടും. അപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ അങ്ങനെ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, നമ്മൾ കൊണ്ടുപോകുന്നു, ആ തരത്തിലുള്ളത്. എനിക്ക് തോന്നുന്ന ഈ ഒരു പറ്റിക്കപ്പെടലും ഫീസ് കറക്റ്റ് ടൈമിന് കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഒറ്റപ്പെടലും നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും നോക്കുക, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്താണോ അതിൽ നിന്നായിരിക്കും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ആ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റും നോക്കിയപ്പോ നമ്മൾ കണ്ട പ്രശ്നങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയപ്പോ ഇതുപോലെ സഫറിങ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ, ഇൻക്ലൂഡിങ് അസ്, നമ്മളും ഗോ ത്രൂ ചെയ്തൊരു സാധനത്തിലൂടെ അടുത്തയാള് പോകുന്നു എന്ന് കണ്ടു. അതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി, വി ക്യാൻ ഡു ദിസ്. അങ്ങനെ നമ്മളിത് ഒരു സംഭവമായിട്ട് നമ്മൾ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ രജിസ്ട്രേഷൻ ബേസ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ ഒരു സാധനം. പിന്നെ ഇതുപോലെയുള്ള ഇമ്പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ട് കുട്ടികൾക്ക് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിയാലിറ്റി മാത്രം നമ്മൾ കൊടുക്കുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ കുറച്ച് പേര് വളരെ പറഞ്ഞല്ലേ ചായ കുടിച്ച് കൂട്ടം കൂടിയിരിക്കുന്നത് പോലെ തന്നെ ഒരാൾ പുതിയ ചോദിക്കുന്നു, അയാൾക്ക് ഇന്ത്യൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നു, അയാൾക്ക് വരുന്നുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഓക്കെ, ദേ ക്യാൻ ചൂസ് ദെയർ ഓൺ, ബട്ട് വി ക്യാൻ ഗൈഡ് ദം ഇൻ എ ബെറ്റർ വേ ഇഫ് ദേ വാണ്ടഡ്. അങ്ങനെ ഒരു സാധനം. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ ആരെങ്കിലും ഇനിയിപ്പോ ഏജൻസി ആണെങ്കിൽ കൂടിയും ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം. അതാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ, കാരണം അവര് പറയണ 5 ദിവസം പ്രോസസിംഗ് എടുക്കും, എന്താണ് ഈ 5 ദിവസം ഇത്ര ഫീസ് വരും, എന്തുകൊണ്ടാണ് ഇത്ര ഫീസ് വരുന്നത്, നമ്മളത് കാരണം അതിന് മടി കാണിക്കരുത്. ഉറപ്പായിട്ടും, കാരണം അവരുടെ അവകാശമാണിത്. അപ്പൊ അവരത് ചോദിച്ചിരിക്കണം, നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉള്ള കുട്ടികൾ വരുന്നുണ്ട്, നോർമലി സാധാരണക്കാരായ ആൾക്കാരുടെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേരി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളെ
ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് പറയുമ്പോൾ അവർക്കും അത് മനസ്സിലാവണം. ചില പേരൻസ് ഒന്ന് കുട്ടി പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും അതൊരു കുറ്റായിട്ട് പറയല്ല, പക്ഷെ അവർക്ക് അതിനുള്ള, പക്ഷെ എന്റെ കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അവർ ആ റിസ്ക് എടുത്ത് കുട്ടീനെ അയക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇന്ന ഇതിൽ തെരഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റുന്ന പറയാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പേരൻസിനോ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല അറിയാത്തൊരു കാര്യം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും അവരെ പേരന്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരുപോലെ ആന്റി അങ്കിളിനോ അല്ലെങ്കിൽ എന്താണ് അവരെ വിളിക്കുന്നത്, ഓ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, അച്ഛ അമ്മ എന്താ സംഭവം ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അതും അവര് നമ്മളോട് അങ്ങനെയാ. നമ്മളിപ്പം പെൺകുട്ടികളെ കല്യാണമൊക്കെ നോക്കുന്നില്ലേ, വയസ്സായില്ല, ഇങ്ങനെ അമ്മ നോക്കി തുടങ്ങണം അല്ലെങ്കിൽ അച്ഛ നോക്കണം, ആ രീതിയിലാണ് നമ്മൾ നിൽക്കുക. നമുക്കൊരു ഫോർമാലിറ്റി ബേസ്ഡ് ഒരു സാധനം ഇല്ല. അമ്മ മോൾ ഇവിടെ ഉണ്ട്, നമ്മൾ അവരെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാം, മോളെ വിളിച്ച് കിട്ടുന്നില്ല അവിടെ, അപ്പൊ നമ്മളിങ്ങനെ തപ്പും അവരെന്താ വിളിക്കാം, അപ്പൊ ഉറങ്ങുമായിരിക്കും, ഉറങ്ങാനും എണീറ്റ് കഴിയുമ്പോൾ വിളിക്കും നമ്മൾ പറയും. അപ്പൊ അതൊക്കെ അവർക്കൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ ഓരുണ്ട് അവിടെ, ഓരോ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു സാധനം നമ്മൾ എപ്പോഴും കൊടുക്കും അവർക്ക്. അതാണ് മെയിൻ ആയിട്ട്. എനിക്ക് തോന്നുന്ന ഒരു കൂട്ടം മലയാളികളെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും അതൊന്നും വന്നൊരു ബ്യൂട്ടിഫുൾ അങ്ങനെ മെല്ലെ നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടു. കുറച്ച് നിങ്ങൾക്കുണ്ടായ അനുഭവം ഇനി വേറെ ആർക്കും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും. അങ്ങനെ നമ്മളങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു എന്ന് പറയാം. അപ്പൊ ഡോക്ടർ അഖില ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ സമയം ചെലവഴിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കാൻ പഠിക്കുക. ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ 1 രൂപയാണ് കൊടുക്കണേ, നോ പ്രോബ്ലം, ചോദിക്കുക. ആ 1 രൂപയ്ക്ക് വിലയുണ്ടെന്നുള്ളതാണ്. ആ 1 രൂപ എവിടെ സ്പെൻഡ് ആവുന്നു, എന്താണ് ഇത്ര സമയം എടുക്കണേ. പിന്നെ ഇനിയിപ്പോ ഏജൻസി എന്നല്ല, കമ്മ്യൂണിറ്റി എന്നല്ല, നിങ്ങൾ ആരെ വഴി അപ്രോച്ച് ചെയ്യണമെങ്കിലും മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് പഠിച്ചിറങ്ങിയ ആളുകള് അല്ലെങ്കിൽ സീനിയേഴ്സ് അല്ലെങ്കിൽ അവര് വഴി പോയ ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് റിയാലിറ്റി അന്വേഷിച്ചിട്ട് വേണം വരാൻ. അതിനൊരു മടി മടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഏജന്റ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കമ്മ്യൂണിറ്റി, എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോ ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കറന്റ് ഉസ്ബെക്കിസ്ഥാൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത്, പക്ഷെ ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ബിസിനസ് എന്നല്ല, നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ശ്രദ്ധിക്കണം. അത് മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം കുറെ കൂടെ റീൽ അല്ല അവിടെ ഉള്ളത്, അതല്ലത് മൊത്തം റിയാലിറ്റീസ് ആണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ അഖിലിനെ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര യങ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീം തന്നെ അവർക്ക് കൂടെ, സിദാന്, പിന്നെ ആന്റണി, അത് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോ ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചതിൽ സന്തോഷം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.